മ്യൂസിക്കിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ മഹാനായ ഗസാലി ഇമാമിൻ്റെ ഒബ്സർവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലും ഞാൻ പറയുന്നു, വീഡിയോ മുഴുവനായിട്ട് കാണണം. പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് മനസ്സിലാക്കണം. വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് അതും ഇതും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ മ്യൂസിക്കിൻ്റെ വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഖ്വയാണ്, സൂക്ഷ്മതയാണ്. സംഗീതത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റേത് വിഷയത്തിലും കേരളത്തിലെ ഇസ്ലാമിക് സ്കോളേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തഖ്വ, സൂക്ഷ്മത ഉണ്ടല്ലോ, അത് കേവലം നിയമങ്ങളുടെ കണിശത മാത്രമല്ല, മറിച്ച് ദീനിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ കരുതലാണത്. ലോകം പല രീതിയിൽ ചിന്തിക്കുമ്പോഴും എൻ്റെ ദീനിന് എന്ത് സംഭവിക്കും എന്ന് കരുതി ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കുന്ന ഒരു വലിയ പണ്ഡിത സമൂഹത്തിൻ്റെ നിലപാടുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പല ആൾക്കാരുടെയും ഈമാനിന് കാവലായിട്ട് നിൽക്കുന്നത്. അവരെ തള്ളി പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ ആത്മീയതയുടെ കൈപ്പേറിയ പാതയിൽ അവർ കാണിക്കുന്ന പക്വതയും സൂക്ഷ്മതയും തിരിച്ചറിയാനുള്ള വലിയൊരു ഉൾക്കാഴ്ച തന്നെ വേണം നമുക്ക്. ആ ഒരു തഖ്വയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ ഓരോ ചർച്ചകൾ. ഗസാലി ഇമാം സംഗീതത്തിന് ചില എക്സെപ്ഷൻസ് അഥവാ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുമതി തന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഗസാലി ഇമാം പറഞ്ഞ ന്യായീകരണങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്തുപയോഗിക്കാൻ വെമ്പൽ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇനി ആരും മ്യൂസിക് കേൾക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും വേണ്ട. ഒന്നുകിൽ ഗസാലി ഇമാം പറഞ്ഞ ആ ഒരു ആത്മീയ വളർച്ച നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ചിലപ്പോൾ മ്യൂസിക് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേക്കും. അല്ലാണ്ട് ആ ഒരു ആത്മീയ വളർച്ച ഇല്ലാത്തവർക്ക് മ്യൂസിക് എന്നുള്ളത് എപ്പോഴും വലിയൊരു ലൂപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സെൽഫ് ഓഡിറ്റിംഗ് ഉണ്ട്. ഗസാലി ഇമാം പറഞ്ഞതുപോലെ സംഗീതം കേൾക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിനോടുള്ള സ്നേഹമാണോ, അതോ ഹറാമായിട്ടുള്ള ചിന്തകളാണോ, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സുഖവും രസവും നമ്മൾ സംഗീതത്തിൽ കണ്ടെത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നിങ്ങൾ ഓരോരുത്തരും സെൽഫ് ഓഡിറ്റിങ്ങിലൂടെ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. മ്യൂസിക്കിനെ വെറും ഹറാമ് ഹലാല് എന്ന ബൈനറിയിൽ ഒതുക്കാതെ അത് നമ്മുടെ ആത്മാവിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകം, ബസീറ നമുക്കുണ്ടായിരിക്കണം. അക്കാഡമിക് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാത്രം നമ്മുടെ ബുദ്ധിയും സാമർഥ്യവും ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, അള്ളാഹുവിനെ അനുഭവിക്കാനും കൂടി അതൊക്കെ ഉണ്ടാവട്ടെ. ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അത് കൃത്യമായി ഹറാം, അത് കൃത്യമായി ഹലാൽ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് കറുപ്പും വെളുപ്പും പോലെ തിരിച്ചറിഞ്ഞ് വായിച്ചെടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ എനിക്ക് ഹൈറേത്, എനിക്ക് ഷെറേത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിക്കാണ് അള്ളാഹു വിട്ടു തന്നിരിക്കുന്നത്. വിവേകത്തോടെ ചിന്തിക്കുക, പക്വതയോടെ പ്രവർത്തിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായിട്ട് അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. ആലോചിച്ചും ചിന്തിച്ചും മനസ്സിലാക്കാൻ തലച്ചോറ് ആരെടുത്തൊന്നും കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് ജീവിക്കുക.